കണ്ണൂർ കായലോട് പറമ്പായിൽ റസീനോട് ആത്മഹത്യയിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടില്ലെന്ന് യുവതിയുടെ കുടുംബം. പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്ന് യുവതിയുടെ മാതാവ് പറഞ്ഞു. ആൺസുഹൃത്ത് കാരണമാണ് റസീന ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം യുവതിയുടെ ബന്ധുക്കളെന്നുമാണ് മാതാവ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അപ്പം അവർ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ ചെയ്തെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. മോളെ ഒരു വിഷമം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരികെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് എല്ലൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിന് കൂടെ എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. പ്രതികൾക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്യുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അത് സദാചാര പോലീസിംഗ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരാചാര ഗുണ്ടായിസം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ പോലീസ് പറയുന്നത്. അതിന് പോലീസ് പറയാൻ കൃത്യമായ കാരണമുണ്ട്. എന്നിട്ടും അതിനിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു യുവതിയുടെ അമ്മ എന്തുകൊണ്ടാണ് പ്രതികൾക്കൊപ്പം നിൽക്കുന്നത്? അരുൺ. അഷ്മി, ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, അതായത് തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇതിൽ കൃത്യമായ സദാചാര ആക്രമണം നടന്നിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള SDPI പ്രവർത്തകരായിട്ടുള്ള 3 പ്രതികളും ഇതിൽ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് കായലോട് വെച്ച് അവരുടെ വീടിന് സമീപം വെച്ച് ഈ യുവാവും, ആൺസുഹൃത്തായിട്ടുള്ള യുവാവും അതോടൊപ്പം തന്നെ റസീനയും കാറിലിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ചോദ്യം ചെയ്യുകയും അതിനുശേഷം പരസ്യമായി അവഹേളിക്കുകയും അതിനുശേഷം ഈ റസീനയെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കുകയും ചെയ്തു എന്നതാണ് കേസ്. അതിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കൃത്യമായ എവിഡൻസ് ഉണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റസീന എഴുതിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെപ്പറ്റി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ മനോവിഷമത്തിലാണ് താൻ ജീവൻ ഒടുക്കുന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ആ സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്ന ചിലരുടെ നിർണായകമായിട്ടുള്ള മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ശക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട്. അതോടൊപ്പം കൂടുതൽ പ്രതികൾ, അതായത് ഈ സദാചാര ആക്രമണത്തിൽ കൂടുതൽ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട്. 3 പേർ ഇപ്പോഴും 3 പേർ കൂടിയുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് നിലവിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത്. അതിനിടെയാണ് കുടുംബത്തിൻ്റെ ഈ പ്രതികരണം പുറത്തു വരുന്നത്. നിലവിൽ അറസ്റ്റ് ചെയ്തവർ യഥാർത്ഥ പ്രതികളല്ല, അവർ ഈ യുവതിയുടെ ബന്ധുക്കളാണ്, റസീനയുടെ ബന്ധുക്കളാണ്. ഇവരിങ്ങനെ യുവാവും അതോടൊപ്പം തന്നെ റസീനയും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ആ കാര്യം അവരുടെ നല്ലതിനു വേണ്ടി വന്ന് ചോദിച്ചതാണ് എന്നതാണ് ഈ റസീനയുടെ മാതാവ് പറയുന്നത്. അവർ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരല്ല, അവർ പാവങ്ങളാണ് എന്ന കാര്യമാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം ഈ സുഹൃത്തിനെതിരെ ചില ആരോപണങ്ങളും ഈ കുടുംബം ഉന്നയിക്കുന്നു. പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ യുവതിയെ ഈ ചൂഷണം ചെയ്തിട്ടുണ്ട്. അത് പണത്തിൻ്റെ പേരിലായാലും സ്വർണത്തിൻ്റെ പേരിലായാലും അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതൊടുവിൽ ഇങ്ങനെ ആൾക്കാർ പുറത്തറിഞ്ഞപ്പോൾ, കുടുംബം അറിഞ്ഞപ്പോൾ, നാട്ടുകാരറിഞ്ഞപ്പോൾ അതിൻ്റെ മനോവിഷമത്തിൽ റസീന ജീവനൊടുക്കിയതാണ് എന്ന കാര്യമാണ് കുടുംബം ഇപ്പോൾ മാതാവ് തന്നെ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ ഈ യുവാവിനെതിരെ, മയിൽ സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെ ഇന്ന് ഈ കുടുംബം പോലീസിൽ പരാതി നൽകും. ആ രീതിയിലുള്ള അന്വേഷണം വേണം, നിലവിലെ പ്രതികളല്ല, ഈ യുവാവിനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബം എന്തായാലും ഉന്നയിക്കുന്നത്. പക്ഷേ അത് കുടുംബത്തിൻ്റെ ആരോപണങ്ങളെ പോലീസ് തള്ളിക്കളയുകയാണ്. ഇതിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തത്. അതിൽ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല.
സദാചാര ആക്രമണം അവിടെ നടന്നിട്ടുണ്ട്. ആ ഗുണ്ടായിസത്തിന്റെ മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് കൃത്യമായി വ്യക്തമാക്കുകയാണ്. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നുവെന്നും പോലീസ് പറയുന്നു. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ യുവതിയുടെ അമ്മ പറയുന്നതാണോ ശരി, അതോ ആത്മഹത്യാക്കുറിപ്പിലടക്കം യുവതി പറയുന്നതാണോ ശരി, അത് പോലീസിന്റെ നിഗമനങ്ങൾ ശരിയാണോ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ.